കാലിലെ ചരടും പാതിരിപ്പാമ്പിന്റെ സീൽക്കാരവും. ഏറ്റവും വലിയ പാതകം എന്താണെന്നറിയാമോ? കൊലപാതകമാണോ? അല്ല. ആജീവനാന്തം ഒരു മനുഷ്യന്റെ മനസ്സമാധാനം തകർക്കുന്നതാണ് ഏറ്റവും വലിയ പാതകം. ഈ പാതകം ചെയ്യുന്നത് ആരാണ്? ഇവിടുത്തെ പൗരോഹിത്യവർഗം. എല്ലാം മുകളിൽ ഒരുവൻ കാണുന്നുണ്ട്, അത് പാപമാണ്, ഇത് പാപമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു മനുഷ്യന് പച്ചയ്ക്ക് പറഞ്ഞാൽ മനസ്സമാധാനത്തോടെ ഒന്ന് സ്വയംഭോഗം ചെയ്യാൻ പോലും പേടിയാക്കി കളയുന്ന പാതകരാണ് ഈ പൗരോഹിത്യവർഗം. എല്ലാ തിന്മകളുടെയും വിളനിലമാണ് പക്ഷേ ഇവന്മാർ എന്നോർക്കണം. ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി അവതരിക്കുന്ന ഇവർക്കില്ലാത്ത പ്രസക്തി എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കും. ദൈവത്തിനും മനുഷ്യനുമിടയിലുള്ള റഫറികളായി ഇവർ സ്വയം അവതരിക്കും. ചിന്തകളും പ്രവർത്തികളും മാത്രമല്ല, വസ്ത്രധാരണം, ഭക്ഷണം, കുടുംബജീവിതം എന്നു വേണ്ട സകല കാര്യങ്ങളിലും ഇവറ്റകൾ കയറി ഇടപെട്ട് കളയും. അനാവശ്യ പാപ നരക സ്വർഗചിന്തകൾ മനസ്സിൽ കുത്തിവെച്ച് മനുഷ്യന്റെ മനസ്സമാധാനം കെടുത്തിക്കളയും ഇവറ്റകൾ. ചിലപ്പോൾ 1000 രൂപ തച്ചിനു വേണ്ടി ഈ തൊണ്ടത്തൊഴിലാളികൾ നടത്തുന്ന ജൽപ്പനങ്ങൾ അനേക ലക്ഷം മനുഷ്യരുടെ മനസ്സിൽ തീകോരി ഇടാറുണ്ട്, സമാധാനം കളയാറുണ്ട്. പ്രകാരം കത്തോലിക്ക സഭയിലെ ഒരു കൂതാശത്തൊഴിലാളിയായ നെൽസൺ ജോബ് എന്ന പാതിരി നടത്തിയ ഒരു പ്രസംഗം ഞങ്ങൾ ഇന്നലെ നൽകിയിരുന്നു. ഒരു കാലിൽ കറുത്ത ചരട് ധരിക്കുന്ന സ്ത്രീകൾ വേശ്യകളാണെന്നും ഒരു കാതിൽ കടുക്കനിടുന്നവർ സ്വർഗാനുരാഗികളാണെന്നുമുള്ള തരത്തിലായിരുന്നു ഇദ്ദേഹം പ്രസംഗിച്ചത്. ഇത് കണ്ട കത്തോലിക്ക സഭാംഗമായ അക്സ അന്ന എലിസബത്ത് എന്ന യുവതി തന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നടത്തുന്ന പ്രതികരണം കേൾക്കുക. കഴിഞ്ഞ ദിവസം ഒരു പാതിരയുടെ വീഡിയോയില് പെൺകുട്ടികൾ ഒരു കാലിൽ കറുത്ത ചരട് കെട്ടുന്നതിന്റെ അർത്ഥം ഐ ആം എ പ്രോസ്റ്റിറ്റ്യൂട്ട്, വേശ്യയാണ്, അല്ലെങ്കിൽ കോൾ ഗേളാണ്, സ്വവർഗ അനുരാഗിയാണ്, ആർക്കെങ്കിലും ഇങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരാം എന്ന ഇൻഡിക്കേഷൻ ആണെന്ന്. അതേപോലെ തന്നെ ആൺകുട്ടികൾ ഒരു കാതയിലായിട്ട് ഒരു കാത് കുത്തുന്നതിൻ്റെ അർത്ഥം ഇതാണത്രേ. അപ്പോൾ ഇത് ഏതൊരു വിദേശ രാജ്യത്ത് അങ്ങനെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഏത് രാജ്യമാണെന്നൊന്നും പറയുന്നില്ല. ഇപ്പോൾ ക്രിസ്ത്യൻ പെൺകുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, അത് ശരിയല്ല. മേ ബി അല്ലായിരിക്കാം, ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് അത് ചെയ്യാനുള്ള അനുവാദം മതപുരോഹിതർ കൊടുക്കുന്നില്ലായിരിക്കും. കാരണം പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ പൊട്ടൊക്കെ കുത്തിക്കൊണ്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇടക്കാലത്ത് എപ്പോഴോ വെച്ച് ഇങ്ങനെ ഇവരൊന്നും പെൺകുട്ടികളൊന്നും പൊട്ട് കുത്താണ്ടൊക്കെ നടക്കുന്ന കണ്ടപ്പോൾ ഞങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഇതെന്താ ഇപ്പം പൊട്ടൊന്നുമില്ലേ, നിങ്ങളെന്താ പൊട്ടൊന്നും കുത്താത്തെന്ന് ചോദിക്കുമ്പം അവർ പറയുന്നത് വികാരിയച്ഛന് ഇഷ്ടമില്ല, അതുകൊണ്ട് കുത്താൻ പറ്റത്തില്ല, വികാരിയച്ഛൻ വഴക്ക് പറയും. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട് അത് പള്ളി പോകുമ്പോൾ കുത്താണ്ടിരുന്നാൽ പോരെ വികാരിയച്ഛന് ഇഷ്ടമില്ലെങ്കിൽ? അല്ല, വഴി വെച്ച് എങ്ങാനും കണ്ടാലും പ്രശ്നമാണ്. പിന്നെ വഴി കൂടെ വല്ല വേദപാഠ അധ്യാപകരോ ആരെങ്കിലുമൊക്കെ ചെന്നാൽ വികാരിയച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു കൊടുക്കും. പിന്നെ അത് ഭയങ്കര പ്രശ്നമാകുമ്പോൾ ഞങ്ങളിപ്പോൾ അതങ്ങ് ഉപേക്ഷിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്, പൊട്ട് നെറ്റി കുത്തി കഴിഞ്ഞാൽ മാമോദീസ മുക്കിയപ്പോൾ നിങ്ങളുടെ നെറ്റി കുരിശ് വരച്ചിട്ടുണ്ടായിരുന്നു, ആ കുരിശ് നിങ്ങൾ മറച്ചു വെക്കുവാന്ന്. അപ്പം ഞാൻ ചോദിച്ചു, മാമോദീസ മുക്കുമ്പോൾ എവിടെയൊക്കെ കുരിശ് വരയ്ക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ? കുഞ്ഞായിരിക്കുമ്പോൾ മാമോദീസ മുക്കുന്നത് ഒരു 3 മാസമോ 4 മാസമോ ഒക്കെ ആകുമ്പം. അപ്പം നെറ്റിയെ കുരിശ് വരയ്ക്കും, നെഞ്ചത്തും കുരിശ് വരയ്ക്കും. അപ്പോൾ പിന്നെ നെഞ്ചും കൂടെ നിങ്ങൾ തന്നിട്ടുണ്ട് നടക്കണ്ടേന്ന് ചോദിച്ചു. അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യാനാ? അല്ല, അവിടെ മറച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കുരിശും മറിഞ്ഞു പോകത്തില്ലേ? അപ്പോൾ ഈ കാലിൽ ചരട് കെട്ടുന്ന ആ ഒരു കൾച്ചർ ഈ ഒരു ഹൈന്ദവ സംസ്കാരമാണ്. ഇപ്പോൾ കേരളത്തിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഈ ബാംഗ്ലൂര്, കർണാടകയിൽ, ആന്ധ്രാപ്രദേശിൽ, ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പെൺകുട്ടികൾ ഇങ്ങനെ ഒറ്റക്കാലിലായിട്ട് ഒരു കറുത്ത ചരട് കെട്ടിയാണ് നടക്കുന്നത്. അവർ പറയുന്നത് അവർക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയാണ്. അത് അവരുടെ വിശ്വാസപ്രകാരം എന്താണെന്ന് വെച്ചെന്നാൽ ആയിക്കോട്ടെ. പിന്നെ അതുപോലെ ദൃഷ്ടിദോഷം വരാണ്ടിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കിട്ടാണ്ടിരിക്കാനാണ് ഇങ്ങനെ കെട്ടുന്നത്. അത് അവർക്കൊരു കോൺഫിഡൻസ് ആണ്, അത്രേ ഉള്ളൂ. നമ്മുടെയൊക്കെ നാട്ടിൽ ഈ കത്തോലിക്കരെ ഈ പരീക്ഷാ സമയം 10ാം ക്ലാസ്സിലെ പരീക്ഷ, പിന്നെ ബോർഡ് എക്സാം, 12th എക്സാമിനൊക്കെ എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇൻസ്ട്രുമെന്റ് ബോക്സും അതുപോലെ തന്നെ എഴുതുന്ന പേനയും പെൻസിലും സ്കെയിലും എല്ലാം കൊണ്ടുപോയി ഈ പാതിരിമാരുടെ അടുത്ത് കൊണ്ടുപോയി ആ വെള്ളമൊക്കെ തളിച്ച് വെഞ്ചരിച്ചെടുക്കും. അവർ തളിച്ച പഠനോപകരണങ്ങളാണെങ്കിൽ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുമെന്നാണ് അവരുടെയൊക്കെ വിശ്വാസം. ഏതെങ്കിലും ഒരു പാതിരി ഇങ്ങനെ വെഞ്ചരിച്ചിട്ട് അവിടുത്തെ എല്ലാ പിള്ളേർക്കും നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത വർഷം ആ പാതിരിയുടെ മുമ്പിലായിട്ട് ക്യൂ ആണ്. അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിന്റെ വേറൊരു വകഭേദമായിട്ടാണ് ഇവർ കാലിൽ ഇത് കെട്ടുന്നത്. ഇങ്ങനെ
ഒരു ഹൈന്ദവ സംസ്കാരത്തെ ഇങ്ങനെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശകരമായ കാര്യമാണ്. പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇല്ലെന്നൊന്നും പറയുന്നില്ല. അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്നു, ആരും റെക്കോർഡ് ചെയ്തൊന്നും എടുക്കത്തില്ലായിരുന്നു. കാരണം അരവണ പായസം കഴിക്കരുതെന്നുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ധ്യാനങ്ങളുണ്ടാവും, നിർബന്ധമായിട്ട് നമ്മൾ പങ്കെടുക്കണം. ക്രിസ്ത്യൻ ധ്യാനമാണ്, അതിൽ വരുന്നവർ പറയുന്ന ആദ്യത്തെ കാര്യമാണ്, നിങ്ങൾ ഹൈന്ദവരുടെ കയ്യിൽ നിന്ന് ഈ അരവണ പായസം, ഈ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന അരവണ പായസം കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് കുമ്പസാരിക്കണം. അത് വിഗ്രഹാർപ്പിത ഭക്ഷണമാണ്, അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശാപം കിട്ടുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുമ്പസാരിക്കുമ്പോൾ അത് പറയണം, ഇനി അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന്. അങ്ങനെ അരവണ പായസത്തെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നവർ തന്നെ ഇന്ന് ഒരു പള്ളിയിൽ, ഒരു അന്തോനിസ് പുണ്യാളിൻ്റെ ഒരു പള്ളിയിലായിട്ട് ഒരു പെരുന്നാൾ ചെന്നപ്പം അവിടെ ഈ അരവണ പായസം തന്നെ ഒരു ടിന്നിലാക്കി അന്തോനിസിൻ്റെ പായസം എന്നും പറഞ്ഞുകൊണ്ട് വെച്ച് വിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊരട്ടി മുത്തി എന്നും പറഞ്ഞുകൊണ്ടൊരു പള്ളിയുണ്ട്, അവിടുത്തെ ഒരു നേർച്ചയാണ് തുലാഭാരം. ഇതൊക്കെ ഞാൻ അനുകരണമാണെന്ന് പറയുമ്പോൾ എൻ്റെ നേരെ ആരും വരരുത്. കാരണം ഈ തുലാഭാരം എന്നുള്ളത് ഈ ബൈബിളിലോ അതായത് അപ്പസ്തോലന്മാരുടെ പഠിപ്പീരിലോ ഒന്നുമുള്ള സംഭവമല്ല, അതൊരു ഹൈന്ദവ ആചാരമാണ്. അതാണ് ഒരു പള്ളിയിലായിട്ട് നടത്തുന്നത്. അതേപോലെ ഇപ്പം നമ്മുടെ പള്ളിയിലോട്ടൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ പള്ളിയുടെ പുറത്ത് മൊത്തം ചിറകും വെച്ചിങ്ങനെ ഓരോരോ രൂപങ്ങൾ നിൽക്കുകയാണ്. പള്ളിയുടെ അകത്ത് കയറി കഴിഞ്ഞാൽ ഓരോ പില്ലറയിലും ഉണ്ട് ഇഷ്ടം പോലെ രൂപങ്ങൾ. ആ പള്ളിയുടെ ഫ്രണ്ടിൽ ആ സക്രാരിയിലും അൾത്താരയിലും എല്ലാം ചിറക് വെച്ച് ഇങ്ങനെ മാലാഖമാരാണെന്നാണ് പറയപ്പെടുന്നത്. എന്നും പറഞ്ഞാൽ ഓരോ രൂപങ്ങൾ വരച്ചു വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം വിഗ്രഹാരാധനകളാണ് എന്ന് പറഞ്ഞാൽ ഇവരാരും സമ്മതിക്കില്ല. അതുപോലെ തന്നെ പള്ളിയുടെ എല്ലാ മൂലയ്ക്കകത്തും ഓരോ പെട്ടിക്കകത്ത് ഓരോരുത്തരുടെ രൂപങ്ങൾ വെച്ചിട്ടുണ്ട്. അതൊന്നും വിഗ്രഹാരാധനയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഞങ്ങൾ അവരെയൊന്നും ആരാധിക്കുന്നില്ല, ഞങ്ങൾ അവരെ വണങ്ങുന്നേ ഉള്ളെന്ന് പറയും. വണക്കലും ആരാധനയും രണ്ടും രണ്ടാന്ന് പറയും. പക്ഷെ എല്ലാത്തിൻ്റെയും ഫ്രണ്ടിലായിട്ട് നേർച്ചപ്പെട്ടി വെച്ചിട്ടുണ്ട്. പലയിടത്തും പൂമാല വെച്ചിട്ടുണ്ട്, പൂമാല ഇട്ട് ആരാധിക്കാൻ വേണ്ടി. ചില പള്ളിയിലൊക്കെ എണ്ണ ഒഴിച്ച് ആരാധിക്കുന്നുണ്ട്. പിന്നെ മിക്ക പള്ളികളിലും നിലവിളക്കുണ്ട്. ഈ നിലവിളക്കൊക്കെ ഈ മാതാവിൻ്റെയും യേശുപിതാവിൻ്റെയും ഒക്കെ കാലത്ത് അവിടുന്ന് കൊണ്ടുവന്നതായിരിക്കുമല്ലോ അല്ലേ. പിന്നെ പാതിരി പറയുന്ന ഫാഷനാണെന്ന്, പാശ്ചാത്യരുടെ കുറേ ഫാഷനാണെന്ന്. ഇവരിട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് എന്തോന്നാ, ഫാഷനല്ലേ? ഇവരുടെ ഈ ഉടുപ്പ് ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തത കാണിക്കാൻ വേണ്ടി ഇവരെടുത്തിട്ടിരിക്കുന്ന സംഭവമല്ലേ. കറുത്ത ഉടുപ്പിട്ട് നടക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ വെളുത്ത ഉടുപ്പിട്ട് നടക്കുന്നവരുണ്ട്. ലോഹ എന്ന ഓമനപ്പേരിൽ ഇവർ പറയുന്ന ഈ സാധനം നൈറ്റ് തന്നെയാണ്. ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ കുട്ടിക്കാലത്തായിരുന്നു ഈ സ്ത്രീകൾ നൈറ്റ് ഇടാൻ തുടങ്ങിയ സമയം. ആ സമയത്ത് പള്ളിയിൽ ഈ പാതിരിമാർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നൈറ്റി എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലായിട്ട് രാത്രിയിൽ ധരിക്കുന്ന വസ്ത്രമാണ്, നിശാവസ്ത്രമാണ്. അത് നമ്മുടെ സ്ത്രീകൾ പകല് ധരിക്കാൻ തുടങ്ങി, അത് ശരിയല്ല, നിങ്ങൾ വീട്ടിൽ ചെന്ന് പറയണമെന്ന്. അപ്പം ഞാനൊക്കെ വീട്ടിൽ ചെന്ന് അമ്മയോട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ എന്താണെന്നറിയാമോ, ഞങ്ങൾ പുല്ല് ചെത്താനും വെള്ളം കോരാനും ഒക്കെ അവിടെ ഇവിടെയൊക്കെ പോകുമ്പം അവിടെ ഇവിടെ കാണാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ ഇടുന്നതെന്ന്. അപ്പം അത്രയും നാളും അതൊക്കെ കണ്ടോണ്ടിരുന്നവർക്ക് കാണാൻ പറ്റില്ലാത്തതിൻ്റെ വിഷമം കൊണ്ടാണ് അത്ര ഇങ്ങനെ പള്ളി വിളിച്ചു പറയുന്നതെന്നാണ് അന്ന് എൻ്റെ അമ്മ പറഞ്ഞത്. ഇനി ഒറ്റക്കാലിൽ ഈ കറുത്ത ചരട് കെട്ടിയിരിക്കുന്നവരെ കണ്ടിട്ട് ക്രിസ്തുമതത്തിൽ പെട്ടവരെ ആക്രമിക്കുകയാണെന്നുള്ള ഇരവാദവും കൊണ്ട് വന്നിട്ട് യാതൊരു കാര്യവും ഇല്ല. ഒരു പാതിരി പറഞ്ഞത് കേട്ട് ഇങ്ങനത്തെ പണിക്കൊന്നും ആരും പോകാണ്ടിരിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.